ഇസ്രയേൽ ഏറെ ആശങ്കയോടെ കാണുന്നത് ഇറാൻ്റെ ദീർഘദൂര, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളെയും ശബ്ദാതിവേഗ മിസൈലുകളെയും ക്രൂസ് മിസൈലുകളെയും ഒക്കെയാണ്. ഈ മിസൈലുകളുടെ വൻപൻ ശേഖരം ഇറാനുണ്ട്. അത് കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. ബുധനാഴ്ച ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച അതീവ നിർണായകമായി. 2ാം റൗണ്ട് ചർച്ചയുടെ ഗതിവിഗതികളെ പോലും നിയന്ത്രിക്കുന്ന രീതിയിൽ ഒമാനിൽ നടക്കുന്ന 2ാം റൗണ്ട്, ഒമാനിൻ്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നടക്കുന്ന 2ാം റൗണ്ട് ആണവ ചർച്ചയുടെ കോഴ്സ് തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒരു സംഭാഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഓർക്കുക. ഇറാനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒരു സമാധാനത്തിൻ്റെ പാതയിൽ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ഒരു പരിധിവരെ അമേരിക്കയ്ക്കുണ്ട്, വലിയ രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. അമേരിക്ക ഇറാൻ യുദ്ധ സാഹചര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അന്താരാഷ്ട്ര വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് ഒപ്പമുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ആണവ പദ്ധതി സംബന്ധിച്ച് ഇറാനും അമേരിക്കയുമായി 2ാം ഘട്ട ചർച്ചയ്ക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. ഈ മാസം ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ നെതന്യാഹു മുന്നേ തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ അത് 18 മുതൽ 22 വരെയായിരുന്നു. ഇത് ബുധനാഴ്ചത്തേക്ക് മാറ്റി നേരത്തെ ആക്കിയിരിക്കുകയാണ്. ഈ ഒരു കൂടിക്കാഴ്ചയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ടോ ഈ തീയതി മാറ്റിയത്? ഇറാനുമേൽ ഏത് തരത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിലായിരിക്കും നെതന്യാഹു ട്രംപ് കൂടിക്കാഴ്ച ഫോക്കസ് ചെയ്യുക എന്നൊക്കെയാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ നോക്കിക്കാണുമ്പോൾ നമുക്കറിയാം, ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ എക്കാലത്തും കൺവേർജ് ചെയ്തിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, നാളുകളിലും അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ ഇറാൻ ന്യൂക്ലിയർ ഡീൽ, അതിൽ ഇസ്രയേലിൻ്റെ പങ്കാളിത്തമില്ല. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു ഡീലാണ്. അവിടെ ഇസ്രയേലിൽ എന്താണ് ഒരു തിടുക്കം? ഇതാണ് ചോദ്യം. ഇസ്രയേൽ വല്ലാതെ തിടുക്കപ്പെടുന്നു. അതാണ് പറയുന്നത് 18-നും 22-നും ഇടയിൽ നടക്കേണ്ടിയിരുന്ന ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപ് കൂടിക്കാഴ്ച പ്രീപോൺ ചെയ്തിരിക്കുന്നു. ഈ ബുധനാഴ്ച 2 ദിവസത്തിനുള്ളിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഒരു അതിനിർണായക കൂടിക്കാഴ്ച നടക്കുന്നു. അത് ഈ ഒരു ഓൺഗോയിങ് നെഗോസിയേഷൻ്റെ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് 1ാം റൗണ്ട് ചർച്ച കഴിഞ്ഞു. ഇറാൻ വലിയ ശുഭാപ്തി വിശ്വാസമാണ് കാട്ടിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇറാൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഹോക്കിഷ് നിലപാടുണ്ടാകേണ്ടതാണ്. അങ്ങനെയല്ല ഉണ്ടായത്. വലിയ ശുഭാപ്തി വിശ്വാസമാണ്. 2ാമത്തെ റൗണ്ട് ചർച്ചയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന മട്ടിലാണ് ഇറാൻ്റെ പ്രതികരണം. അതേസമയം തന്നെ ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. കാരണം ആണവ സമ്പുഷ്ടീകരണം പൂർണ്ണമായി നിർത്തിവെക്കാൻ തങ്ങൾ തയ്യാറല്ല. ആണവ ഇന്ധനം, സമ്പുഷ്ടീകരിച്ച യുറേനിയം 235 ഇത് മറ്റൊരു രാജ്യത്തേക്ക് മാറ്റാനുള്ള നിർദ്ദേശത്തോട് അനുകൂലമായിട്ടല്ല ഇറാൻ പ്രതികരിക്കുന്നത്. അപ്പോൾ അവിടെ വേണമെങ്കിൽ ഒരു തർക്കമുണ്ട് എന്ന് പറയാം. അമേരിക്ക കൂടുതലായി ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. 2ാം റൗണ്ട് നെഗോസിയേഷൻ ഉണ്ടാവും എന്ന് മാത്രമാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ ഉപരോധം, ഇറാനെതിരെയുള്ള ഉപരോധം അമേരിക്ക കടുപ്പിക്കുകയുമാണ്. സാധാരണ ഒരു ചർച്ച നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഉപരോധത്തിന് ലേശം അയവ് കൊണ്ടുവരിക ഒരു ഗുഡ്വിൽ ജസ്റ്ററാണ്. അങ്ങനെയുള്ളൊരു അണ്ടർ ഡ്യൂറസ് എങ്ങനെയാണ് ചർച്ച നടക്കുക? സമ്മർദ്ദത്തിന് ഗൺ പോയിന്റിൽ നിർത്തി ഒരു രാജ്യത്തെ ഇച്ഛ ഇണ്ണറ വരപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കരാർ ഒപ്പിടിപ്പിക്കുക? അപ്പോൾ അങ്ങനെയുള്ള രീതിശാസ്ത്രമൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ അമേരിക്കയും ഇസ്രയേലും തമ്മിൽ ഒന്നാലോചിക്കുന്നു. ചേട്ടൻ ബാവായും അനിയൻ ബാവായും കൂടി ഒന്നാലോചിക്കുന്നു. എന്താണ് ആലോചനയുടെ ഇതിവൃത്തം? ഇറാൻ ആഗ്രഹിക്കുന്നത് ന്യൂക്ലിയർ ഡീൽ മാത്രമല്ല. ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്നതാണ്. അമേരിക്കയുടെ താല്പര്യങ്ങളെ ഉൾപ്പെടെ അവിടെ ബാധിക്കും. ഇറാൻ ഒരു ന്യൂക്ലിയർ പവർ ആയിക്കഴിഞ്ഞാൽ ഇറാനെ ആക്രമിക്കാനാവില്ല, ആക്രമിച്ച് കീഴടക്കാനുമാവില്ല. ആണവായുധങ്ങൾ അതീവ വിനാശകാരികളാണ്. ചെറിയ ആണവായുധങ്ങളെ ഉള്ളൂ എങ്കിൽ പോലും ആ ഏരിയ മുഴുവൻ നശിച്ചു പോകാൻ അത് മതിയാകും. അതുകൊണ്ട് ഇറാൻ ആണവശക്തിയാകുന്നത് അറബ് രാജ്യങ്ങളോ അല്ലാതെ GCC രാജ്യങ്ങളോ അമേരിക്കയോ ഇസ്രയേലോ ഒന്നും ആഗ്രഹിക്കില്ല. അത് പരസ്യമായ രഹസ്യം. പക്ഷേ ഇസ്രയേൽ ഏറെ ആശങ്കയോടെ കാണുന്നത് ഇറാൻ്റെ ദീർഘദൂര, ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളെയും ശബ്ദാതിവേഗ മിസൈലുകളെയും ക്രൂസ് മിസൈലുകളെയും ഒക്കെയാണ്. ഈ മിസൈലുകളുടെ വൻപൻ ശേഖരം ഇറാനുണ്ട്. അത് കൂടുതൽ വർദ്ധിപ്പിക്കുകയാണ്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു തീരുമാനം, ന്യായമായ തീരുമാനം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ന്യായമെന്ന് പറയുന്നത് ഇറാൻ ഈ ആയുധങ്ങൾ, അതായത് മിസൈൽ ഉൽപ്പാദനം, ഡ്രോൺ ഉൽപ്പാദനം ഘട്ടം ഘട്ടമായി കുറച്ചു കൊണ്ടുവരണം. അതിൻ്റെ റേഞ്ച് കുറയ്ക്കണം. അതായത് പ്രഹരശേഷി ഉണ്ടാവരുത്, ആ രീതിയിൽ ഉണ്ടാവരുത്. പിന്നെ പ്രഹരശേഷി ഇല്ലാതെ എന്തിനാണ് മിസൈൽ എന്ന മറ്റൊരു ചോദ്യം ചോദിക്കാം. സ്വാഭാവികമായി
ഇറാനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വം, നാഷണൽ സെക്യൂരിറ്റി മറ്റേത് രാജ്യത്തെ പോലെയും ഇറാൻ്റെ അവകാശമാണല്ലോ ദേശീയ സുരക്ഷ. ദേശീയ സുരക്ഷയ്ക്ക് 2 മാർഗ്ഗങ്ങളാണുള്ളത്. പരമ്പരാഗതമായ മാർഗം എന്ന് പറയുന്നത് സൈന്യത്തിൻ്റെ വിന്യാസമാണ്. അപ്പോൾ കരസേന, വ്യോമസേന നാമമാത്രമാണ്. ഇറാൻ്റെ വ്യോമസേന അതിശക്തമല്ല, കരസേന അതിശക്തമാണ്. റവല്യൂഷണറി ഗാർഡ്സ് ഉൾപ്പെടെയുള്ള ഈ സംവിധാനങ്ങളിലൂടെ സ്ഫുടം ചെയ്തെടുത്ത ഒരു കരയിലെ സാന്നിധ്യം അതിശക്തമാണ്. സാമാന്യം തരക്കേടില്ലാത്തൊരു നേവൽ സംവിധാനവും ഇറാനുണ്ട്. വ്യോമസേന ദുർബലമാണ്. പക്ഷേ ആകാശങ്ങളിലൂടെ വരുന്ന ശത്രുവിനെ തടഞ്ഞു നിർത്തുന്നത് ഇറാൻ്റെ കൈവശമുള്ള S-300 റഷ്യ കൊടുത്ത മിസൈൽ ഡിഫൻസ് സംവിധാനവും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ചില ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനവുമാണ്. അത് പോരാതെ വരും. അതുകൊണ്ട് അങ്ങോട്ടുള്ള ആക്രമണത്തിന് വേണ്ടി അതിശക്തമായ മിസൈലുകൾ, വിവിധ റേഞ്ചുകളിലുള്ള, വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന മിസൈലുകളുടെ വൻപൻ ശേഖരം അത് ഇറാൻ ഇപ്പോൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതായത് ഒളിപ്പിക്കാനാവില്ല, കാരണം പരസ്യമായ രഹസ്യമാണ്. ഇവിടെയെല്ലാമാണ് ഒളി സങ്കേതങ്ങൾ. ഒരുപക്ഷെ ഭൂഗർഭ അറകളിലാണ്, ചില മലനിരകൾ തുരന്ന് അതിനുള്ളിലാണ്. ഇതേക്കുറിച്ചുള്ള കൃത്യമായ രേഖാചിത്രം ഇസ്രായേലിനുണ്ട്, അമേരിക്കയ്ക്കുണ്ട്. അവിടെയൊക്കെ ബോംബ് ചെയ്ത് ഈ മിസൈൽ ശേഖരം പൂർണ്ണമായി, അല്ലെങ്കിൽ വൻപൻ ശേഖരത്തിൻ്റെ ഒരു പരിധി വരെയെങ്കിലും നശിപ്പിക്കണം. ഇതാണ് ഇസ്രായേലിൻ്റെ ആഗ്രഹം. ഇറാൻ ഒരിക്കലും തലപൊക്കാനാവാത്ത രീതിയിൽ. കാരണം ഈ മിസൈലുകൾ ഇസ്രായേലിന് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ 2 ആവർത്തി നാശം വിതച്ചതാണ്. 2 ആവർത്തി, 12 ദിനം നീണ്ടു നിന്നൊരു യുദ്ധവും അതിന് മുൻപും ഏതാനും മിസൈലുകൾ അയക്കുന്ന ഒരു ചിത്രമുണ്ടായി. ഇത് മാറ്റിയേ പറ്റൂ. അതൊരു ആവശ്യം. രണ്ടാമത്തെ ആവശ്യം, ഇസ്രായേൽ 3 ശത്രുക്കളുടെ മധ്യയാണ് സ്ഥിതി ചെയ്യുന്നത്. ഒന്ന് ഹമാസ്, അത് ഉള്ളിൽ തന്നെയാണ്, പലസ്തീനുള്ളിൽ, അതായത് ഗാസയ്ക്കുള്ളിൽ. ഇപ്പോഴും ഭരണം മാറിയിട്ടില്ല. ഹമാസിൻ്റെ കയ്യിൽ തന്നെയാണ് ഗാസയുടെ ഡിഫാക്ടോ നിയന്ത്രണം. ഇപ്പോൾ ഒരു ബോർഡർ പീസിനെ കുറിച്ച് സംസാരിക്കുന്നു, ഒരു ഡിസാർമമെൻറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു, നിരായുധീകരണം അവിടെ ഉണ്ടാകണമെന്ന് പറയുന്നു, ആയുധങ്ങൾ കൈവശം വെക്കുന്നത് മാറ്റണമെന്ന് പറയുന്നു. നടന്നിട്ടില്ല. അപ്പോൾ ഹമാസ് ഇപ്പോഴും ഒരു ചെറിയ ത്രട്ടാണ്, വൻ ത്രട്ടല്ല, പക്ഷേ ചെറിയ ഒരു ഭീഷണിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ വടക്കുള്ള ഹിസ്ബുള്ളയുമായി ഒരു കരാറുണ്ടായി, ലെബനനിലെ ഹിസ്ബുള്ളയുമായി. പക്ഷേ ഈ ഹിസ്ബുള്ള ഏത് നിമിഷവും ഇറാൻ അനുകൂലമായ സംഘടന ആയതുകൊണ്ട് ഏത് നിമിഷവും ഒരു യുദ്ധം, വ്യാപകമായ യുദ്ധം ഉണ്ടായെങ്കിൽ ഇറാനിയൻ പ്രോക്സിയായി ഇപ്പോഴും ഹിസ്ബുള്ള നിലവിലുണ്ട്, പിരിച്ചുവിട്ടിട്ടില്ല എന്ന് ഓർക്കണം. ദുർബലമായിട്ടുണ്ടാവാം, പക്ഷേ ഇപ്പോഴും നിലവിലുണ്ട്. അതേപോലെ ചെങ്കടൽ മേഖല നിയന്ത്രിക്കുന്നത് ഹൂതികളാണ്, യമനിലെ ഹൂതികളാണ്. ഈ 3 വിഭാഗങ്ങളെയും മിലിഷ്യകളെയും എക്കാലത്തും സഹായിച്ചിട്ടുള്ളതും രൂപീകരിച്ച് നിലനിർത്തി പരിപോഷിപ്പിച്ച് പരിലാളിച്ച് നിലനിർത്തിയൊക്കെ പോകുന്നത് ഇറാനാണ്. അത് പൂർണ്ണമായും അവസാനിക്കുമെന്ന ഉറപ്പ് നൽകണം. അതുപോലെ ടാഞ്ചിബിൾ എവിഡൻസ് നൽകണം. നോ മോർ സപ്പോർട്ട് ടു ഹിസ്ബുള്ള, ഹമാസ് ആൻഡ് ഹൂതീസ്. ഇത് ഇസ്രയേലിൻ്റെ സെക്യൂരിറ്റി പാരഡൈംസിലെ ഏറ്റവും പ്രധാന കാര്യമാണ്. ചർച്ചകളുടെ ഇടയിൽ, ആണവ ചർച്ചകളോടൊപ്പം ഈ കാര്യം കൂടെ ചേർത്താലേ അത് സമഗ്രമാകൂ എന്നാണ് ഇസ്രയേലിൻ്റെ ഭാഷ്യം. അത് അമേരിക്കയ്ക്ക് ഒരുപക്ഷെ ആ രീതിയിൽ അമേരിക്ക അതിനനുകൂലമാകാൻ സാധ്യതയില്ല. ഇവർക്കെല്ലാം എതിരെ അമേരിക്ക നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാലും ഈ ആണവ ചർച്ചയായിട്ട് മാത്രം കാണാനാണ് അമേരിക്ക തീരുമാനിക്കുന്നതെങ്കിൽ അല്ല. മിസ്റ്റർ അങ്കിൾ സാം, you have to include all these factors, the proxies, into the framework of negotiation എന്ന് പറയാൻ വേണ്ടിയാണ് ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലേക്ക് പോകുന്നത്. 3, ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ ഒരു ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇറാൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ചേഞ്ചസ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊരു ലോക മുറവിളി ഉണ്ട്. ഇറാൻ്റെ ജനത എന്തു പിഴച്ചു, ഇറാൻ്റെ ഭരണകൂടം എടുക്കുന്ന ചില തീരുമാനങ്ങൾ അത് ഇറാൻ്റെ ജനതയെ ബാധിക്കുന്നു. ഇറാനിലെ മനുഷ്യാവകാശങ്ങൾ, ഇറാൻ വനിതകൾക്ക് മുഖം കാണിക്കാൻ കഴിയുന്നില്ല. പിന്നെ പർദ്ദയ്ക്കുള്ളിൽ തളച്ചിടപ്പെടുന്ന ജീവിതങ്ങൾ. ഇപ്പം മാഷ അമിനി മുതലായ ആളുകൾ ഉയർത്തിയ ഒരു തരംഗമുണ്ട്. അതുകൊണ്ട് ശിരോവസ്ത്രം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം പിന്നീട് ആളിക്കത്തുകയും അത് ജനകീയ പ്രക്ഷോഭമായി മാറുക. 2019 അത് കണ്ടതാണ്, ലോകമത് കണ്ടതാണ്. പല ആവർത്തി ഇറാനിൽ പ്രക്ഷോഭം നടത്തിയിട്ടും യഥാർത്ഥത്തിൽ പ്രക്ഷോഭങ്ങളെല്ലാം ഒന്നുകിൽ ഫിസിൽ ഔട്ട് ചെയ്തു പോവുകയാണ്, അല്ലെങ്കിൽ അത് അടിച്ചമർത്തപ്പെടുകയാണ്. അപ്പോൾ നാളിതുവരെ എത്രയോ പ്രാവശ്യം 1979 ശേഷം എത്രയോ പ്രാവശ്യം ഇറാനുള്ളിൽ ഉയർന്നു വന്ന പ്രക്ഷോഭങ്ങൾ, അത് വിദേശത്തു നിന്ന് സഹായം പോലും എത്തി എങ്കിൽ പോലും ഒരു പരിണാമഗുപ്തിയിൽ എത്തി നിർത്താനോ ഇറാൻ്റെ ഭരണകൂടത്തെ ഇപ്പോഴത്തെ റിലിജിയസ് ക്ലറിക്സ് നിയന്ത്രിക്കുന്ന രീതിയിൽ നിന്നും മാറ്റിയെടുക്കാനോ കഴിഞ്ഞിട്ടില്ല. അത് സാധിക്കണം. അതായത് റെജീം ചേഞ്ച്, ഭരണമാറ്റം സാധിക്കണമെന്നതാണ് ഇസ്രയേലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. ആ ലക്ഷ്യം
നിറവേറ്റണമെങ്കിൽ യുദ്ധമല്ലാതെ ആണവ കരാർ കൊണ്ട് മാറില്ല. ആണവ കരാർ എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ എന്നെ കാണുന്നത് എന്താണ്? ആണവ കരാർ ഓക്കെ ശരി, എഗ്രീഡ്, ആണവ കരാർ ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണം 3 വർഷത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു, അതിനുശേഷം ഞങ്ങൾ ഉത്പാദിപ്പിക്കും. അത് കേവലം വിദ്യുച്ഛക്തി ഉത്പാദിപ്പിക്കാൻ വേണ്ടി മാത്രം ഞങ്ങൾ ഉത്പാദിക്കും, ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി മാത്രം ആണവ ഇന്ധനം സമ്പുഷ്ടീകരിക്കും, യുറേനിയം സമ്പുഷ്ടീകരിക്കും. ഇതെന്തൊരു തമാശയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് തമാശയാണ്, നമുക്കെല്ലാം അത് തമാശയാണ്. കാരണം ഇറാൻ എണ്ണസമ്പന്നമായ രാജ്യമല്ലേ, ഇറാൻ്റെ ഊർജ്ജ ആവശ്യത്തിന് വേണ്ടിയുള്ള എണ്ണ എവിടെ ഇല്ലേ, തെർമൽ പ്ലാന്റുകൾ ഇഷ്ടം പോലെ ഉണ്ടാക്കാൻ സാധിക്കില്ലേ. പിന്നെ ഇറാൻ എന്തിനാണ് ഇന്ത്യ ആണവ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നുവെങ്കിൽ അതിന് ന്യായമുണ്ട്. കാരണം എണ്ണ സമ്പുഷ്ടമായ രാജ്യമല്ല, ക്രൂഡ് ഓയിൽ നിക്ഷേപം നമുക്കില്ല, അല്ലെ കുറവാണ്. അതുകൊണ്ട് ആണവ ഇന്ധനം നമുക്ക് ആവശ്യമാണ് വൈദ്യുതി ഉത്പാദനത്തിന്. പക്ഷേ ഇറാൻ അത് ആവശ്യമില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് യുറേനിയം സമ്പുഷ്ടീകരണം? അത് ഇറാൻ്റെ ഡിറ്ററൻസ്, പ്രതിരോധം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ദേശീയ സുരക്ഷ, അതിനുള്ള അവകാശം അവർക്കുണ്ട് കേട്ടോ. ഇറാൻ അതിനുള്ള അവകാശമുണ്ട്. ഏത് രാജ്യത്തിനും അവരവരുടേതായ രീതിയിൽ അവരുടെ രാജ്യത്തെയും അതിൻ്റെ സംസ്കാരത്തെയും മതത്തെയും എല്ലാം പരിരക്ഷിക്കാൻ അവകാശമുണ്ട്. അതാണല്ലോ സോവറൻറ്റി എന്ന് പറയുന്നത്, പരമാധികാരം. അപ്പം സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു ഉപാധി അത് നഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഇറാൻ ഒരുപക്ഷെ അത് അംഗീകരിക്കുന്നില്ല എന്ന ഒറ്റ കാരണം പറഞ്ഞുകൊണ്ട് പരമാവധി ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ സൈനിക ബിൽഡപ്പ് ഇത് പൂർണ്ണമായും ഇറാന് നേരെ ഉപയോഗിക്കണം എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറയാൻ വേണ്ടി കൂടിയാണ്. അത് അദ്ദേഹം മാത്രമല്ല പറയുന്നത്, ജൂയിഷ് ലോബി ഈസ് ദ സ്ട്രോങ്കസ്റ്റ് ലോബി അണ്ടർ ദ സൺ. ലോകത്തെ ഏറ്റവും ഏതെങ്കിലും ഒരു ലോബി, അമേരിക്കൻ ഡിസിഷൻ മേക്കിംഗ് അപ്പറേറ്റസിനെ സ്വാധീനിക്കാനുള്ള ഏതെങ്കിലും ഒരു ലോബി ഏറ്റവും പവർഫുൾ എന്ന് വിശേഷിപ്പിക്കാനൊക്കുമെങ്കിൽ അത് ജൂത ലോബിയാണ്. അവിടുത്തെ ബാങ്കിങ്, ഇൻഷുറൻസ് സെക്ടറുകളെല്ലാം നിയന്ത്രിക്കുന്ന, ഈവൻ ആയുധ മാർക്കറ്റിനെ പോലും ഒരു പരിധിവരെ നിയന്ത്രിക്കുന്ന ജൂതന്മാരുടെ സംഘമാണല്ലോ, വ്യാപാരികളുടെ, വ്യവസായികളുടെ ജൂത താല്പര്യ സംരക്ഷണത്തിനുള്ള ഒരു സംഘമാണല്ലോ ജൂയിഷ് ലോബി. അത് റിപ്പബ്ലിക്കൻസ് ഭരിച്ചാലും ഡെമോക്രാറ്റ്സ് ഭരിച്ചാലും എല്ലാം തന്നെ ജൂയിഷ് ലോബി ഈസ് ഹൈപ്പർ ആക്റ്റീവ്. ഇപ്പോൾ ഏറ്റവും അനുകൂല സാഹചര്യമാണ് വന്നിരിക്കുന്നത്. ഒരു റൈറ്റ് വിംഗർ, അതായത് ഇസ്രയേലിനോട് ഏറ്റവും ഐക്യദാർഢ്യമുള്ള ഒരു അമേരിക്കൻ പ്രസിഡൻ്റാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹമാണല്ലോ ജെറൂസലേമിനെ ഇസ്രയേലിൻ്റെ ക്യാപിറ്റലായി. മറ്റൊരു അമേരിക്കൻ പ്രസിഡന്റുമാരും ആ സാഹസത്തിന് മുതിർന്നില്ല. ടെലവീവ് മാറി ജെറൂസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി അംഗീകരിക്കാൻ. ജെറൂസലേം തർക്കപ്രദേശമാണ്, അതിൻ്റെ ഒരു ഭാഗം മുസ്ലിങ്ങൾക്ക്, അറബികൾക്ക് അവകാശപ്പെട്ടതുമാണ്, പാലസ്തീൻ്റെ ഭാഗവുമാണ്. പക്ഷേ ജെറൂസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി അംഗീകരിക്കുന്ന അമേരിക്കൻ തീരുമാനം ഉൾപ്പെടെ എടുത്തത് ഡൊണാൾഡ് ട്രംപിൻ്റെ കഴിഞ്ഞ ഊഴമാണ്. അങ്ങനെയെങ്കിൽ ഡൊണാൾഡ് ട്രംപ് അടുത്ത 3 വർഷം കൂടി ആ സീറ്റിലുണ്ട്. ആ സമയത്തെ നൗ ഓർ നെവർ, ഇപ്പോൾ ഇറാനെ അടിക്കാനുള്ള അവസരം പൂർണ്ണമായി ഉപയോഗിക്കുക എന്ന ഇസ്രയേലിൻ്റെ തന്ത്രം, ആഗ്രഹം, അത് വഴിമാറിപ്പോകരുത്. പല ആവർത്തി പോയി. കാരണം 2025 ജൂൺ മാസം ഒരു അവസരം കിട്ടിയതാണ്. അമേരിക്കയുടെ സ്പിരിറ്റ് ബോംബേഴ്സ്, B-2 സ്പിരിറ്റ് ബോംബേഴ്സ് അവിടെ ബോംബ് ചെയ്തതാണ്. പക്ഷേ ആ ബോംബിങ് കഴിഞ്ഞ് പെട്ടെന്ന് അവർ അപ്രത്യക്ഷമായി. പിന്നെ ഒന്നും അമേരിക്ക അനങ്ങിയിട്ടില്ല. അതുമാത്രമല്ല, ഔപചാരികതയുടെ പേരിൽ ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിനെതിരെ ഇറാൻ മിസൈലുകൾ പായിച്ചു. കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. അത് ആ യുദ്ധം ഏതാണ്ട് സമനിലയിൽ പിരിഞ്ഞു. ഇപ്രാവശ്യം അങ്ങനെ ആവരുത്, ബലപ്രയോഗം ഉണ്ടാകണം. ഒരു ആണവ കരാറിൽ ഏർപ്പെട്ട് ഇറാൻ്റെ മുമ്പിൽ കീഴടങ്ങി പോകരുത്. അല്ല എങ്കിൽ രണ്ടുപേർക്കും ഇലയ്ക്കും മുള്ളിനും കുഴപ്പമില്ലാത്ത രീതിയിൽ അറബ് രാജ്യങ്ങൾ പറയുന്നത് കേട്ട്, ഇതാണ് അറബ് രാജ്യങ്ങളാണുള്ള വിഷയം. സൗദി അറേബ്യയും UAE ഒക്കെ വലിയ സമ്മർദ്ദമാണ് അമേരിക്കയ്ക്ക് മേൽ ചെലുത്തുന്നത്. ദയവായി യുദ്ധം ചെയ്യരുത്, യുദ്ധം ചെയ്താൽ ഞങ്ങളുടെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കപ്പെടാം, ഞങ്ങൾക്ക് സംരക്ഷണം ആര് തരും? അമേരിക്കൻ വിമാനങ്ങൾക്കോ അമേരിക്കൻ പ്രതിരോധ സംവിധാനത്തിനോ പേട്രിയോട്ട് സംവിധാനത്തിനോ ഒന്നും തന്നെ എണ്ണപ്പാടങ്ങളെ സംരക്ഷിക്കാനാവില്ല. അമേരിക്കൻ താവളങ്ങളെ ഒരുപക്ഷെ സംരക്ഷിക്കാനാവും, എണ്ണപ്പാടങ്ങൾക്ക് സംരക്ഷണം കിട്ടില്ല. അതുകൊണ്ട് ഒരു വശത്ത് അമേരിക്കയ്ക്ക് മേൽ അതിശക്തമായ സമ്മർദ്ദവുമായി ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ, മറുവശത്തെ മറുസമ്മർദ്ദവുമായി യുദ്ധം അനിവാര്യമാണ്, നിങ്ങൾ മുന്നണിയിൽ നിൽക്കൂ, ഞങ്ങൾ പിന്നിലുണ്ട് ശക്തമായി എന്നാണ്. നേരത്തെ ഇസ്രായേലായിരുന്നു മുന്നണിയിൽ, അമേരിക്ക പിന്നണിയിൽ. ഇപ്പോൾ അമേരിക്ക മുന്നണിയിലും ശക്തമായി പിന്തുണയ്ക്കാനായി ഇസ്രായേലും. ഇത് ഞങ്ങൾ റെഡി ഫോർ ബാറ്റിൽ എന്ന് പറയാനാവണമല്ലോ ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ കാണാനായി പോയത്. അതുകൊണ്ട് മധ്യ പൗരസ്ത്യ പ്രദേശത്തെ സങ്കീർണമായ അവസ്ഥ തുടരുന്നതിന് ഈ കൂടിക്കാഴ്ച, ബുധനാഴ്ച ട്രംപ് നെതന്യാഹു കൂടിക്കാഴ്ച അതീവ നിർണായകമായി. 2ാം റൗണ്ട് ചർച്ചയുടെ ഗതിവിഗതികളെ പോലും നിയന്ത്രിക്കുന്ന രീതിയിൽ ഒമാനിൽ നടക്കുന്ന 2ാം റൗണ്ട്, ഒമാനിൻ്റെ തലസ്ഥാനമായ മസ്കറ്റിൽ നടക്കുന്ന 2ാം റൗണ്ട് ആണവ ചർച്ചയുടെ കോഴ്സ് തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒരു സംഭാഷണമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് ഓർക്കുക. ഈ ഇറാനുമായുള്ള ചർച്ചയിൽ
ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കാനുള്ള വ്യവസ്ഥകളും ഉൾപ്പെടുത്തണമെന്ന് ഇസ്രായേൽ ട്രംപിനോട് ആവശ്യപ്പെടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇറാനിലെ ബാലിസ്റ്റിക് മിസൈലാണല്ലോ ഇസ്രായേലിൻ്റെ പ്രധാന പ്രശ്നം. അതിൻ്റെ ശേഷി കുറയ്ക്കാത്തിടത്തോളം ഇറാനെ ആക്രമിക്കുക എളുപ്പമല്ല എന്ന് ഇസ്രായേലിനെ നന്നായി അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെട്ടാലും ഇറാൻ അതിന് വഴങ്ങുമോ? ബാലിസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കണമെന്ന് ഒരു കരാറിലൂടെ ഒരുപക്ഷെ ഇറാനോട് ആവശ്യപ്പെടാൻ കഴിയും. ഇറാൻ അതിന് തൽക്കാലത്തേക്കൊരു യുദ്ധം ഒഴിവാക്കണം എന്ന ആഗ്രഹം കൊണ്ട് അതിന് തൽക്കാലത്തേക്ക് വാക്കാൽ പറഞ്ഞു ശരി വഴങ്ങുന്നു എന്ന് പറയുന്നു. പക്ഷെ രഹസ്യമായി ഇറാൻ ഒരു വലിയ രാജ്യമാണ്. എല്ലാ ഈ ആണവായുധങ്ങൾ ഉൾപ്പെടെ ബിൽഡപ്പ് ചെയ്യുന്നത് ഈ IAEA നിയന്ത്രണം ഉണ്ടായിരുന്ന ഇൻസ്പെക്ഷൻ ഉണ്ടായിരുന്ന സമയത്തും രഹസ്യമായി ആണവ പരീക്ഷണങ്ങൾ ഇറാൻ തുടർന്നു എന്ന് കരുതാം. അതുകൊണ്ട് ഈ അടുത്ത സമയത്ത് പോലും ഈ പറഞ്ഞ കൂടിയാലോചനയ്ക്ക് തൊട്ട് മുൻപുള്ള നിമിഷങ്ങളിൽ പോലും ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം ഇറാൻ നടത്തുന്നു. തങ്ങൾ യുദ്ധസജ്ജരാണ്. തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലിൻ്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്കിനും തങ്ങൾ തയ്യാറല്ല എന്ന ഉഗ്രമായ പ്രഖ്യാപനമാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ എത്ര സമ്മർദ്ദം ചെലുത്തിയാലും, ഈ ആണവ കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയാൽ ഒരുപക്ഷെ തടി കേടാകാതിരിക്കാൻ ഇറാൻ ഒരുപക്ഷെ പിന്നാക്കം പോയേക്കാം. അതിനുള്ള ഭാഗികമായ സന്നദ്ധത ഇറാൻ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങൾ വലിയ ഭീഷണിയാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഞങ്ങൾ സമ്പുഷ്ടീകരണം കുറയ്ക്കാം. പക്ഷേ പൂർണ്ണമായി ആണവ സമ്പുഷ്ടീകരണം ഒഴിവാക്കാൻ ആവില്ല. ന്യൂക്ലിയർ പ്രോഗ്രാമിൽ നിന്നും തങ്ങൾക്ക് പിന്നോട്ട് മാറാനാവില്ല പൂർണ്ണമായും. ഊർജ്ജ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾക്കത് ആവശ്യമുണ്ട്. ഇതാണ് ഇറാൻ്റെ നിലപാട്. പക്ഷേ ബാലിസ്റ്റിക് വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ, അതായത് ഇറാൻ സ്വയം കുറച്ചുകൊണ്ട് വരാൻ തീരുമാനമെടുക്കുകയാണെങ്കിൽ ഇറാൻ വിൽ ബിക്കം എ സിറ്റിംഗ് ഡക്ക് ബിഫോർ ഇസ്രായേൽ. കാരണം ഇറാൻ പിടിച്ചു നിൽക്കുന്നത്, ഇറാൻ്റെ ഒരു ഭരണകൂടം, ഇറാൻ്റെ വ്യവസ്ഥ, ഇറാൻ എന്ന രാജ്യം പിടിച്ചു നിൽക്കുന്നത് ദേശീയ സുരക്ഷയുടെ അടിസ്ഥാനം തന്നെ ഈ പറയുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ്. പ്രത്യേകിച്ച് മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ദുർബലമായ സ്ഥിതിക്കും ഇറാൻ്റെ വ്യോമസേനയ്ക്ക് കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തുകയും പുതിയ വിമാനങ്ങൾ ആഡ് ചെയ്യുകയും ചെയ്യാൻ കഴിയാത്ത ഇടത്തോളം കാലം മിസൈലുകളും ഡ്രോണുകളും, അത്യന്താധുനികമായ ആയിരക്കണക്കിന് ഡ്രോണുകളുടെ വൻപൻ ശേഖരമാണ് ഇറാനുള്ളത്. ഇപ്പം മിസൈലുകൾ മാത്രമല്ല, മിസൈലുകൾ, റോക്കറ്റുകൾ, ഡ്രോണുകൾ, അതിൽ തന്നെ പ്രഹരശേഷിയുള്ള കൃത്യതയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, അതുപോലെ ശബ്ദാതിവേഗ മിസൈലുകൾ, ക്രൂയിസ് മിസൈലുകൾ. മറ്റൊരു വിഭാഗം ഇറാൻ്റെ കയ്യിൽ ഉണ്ട് എന്നിപ്പോൾ പറയപ്പെടുന്ന മിസൈലുകളാണ് ഈ ക്ലസ്റ്റർ ബോംബ് പോലെയുള്ള കാര്യങ്ങൾ. ഒരു മിസൈൽ വിക്ഷേപിക്കുന്നു, അത് ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് കിലോമീറ്ററുകൾക്ക് മുമ്പ് ആകാശത്ത് വെച്ച് പൊട്ടിച്ചെതറി നൂറുകണക്കിന് ചെറിയ അമ്പുകൾ പോലെ അല്ലെങ്കിൽ ചെറിയ ഖണ്ഡങ്ങളായി അത് ചിതറുകയാണ്. അത് പല ഇടങ്ങളിൽ പതിക്കുന്നു. അതിനെതിരെ ഒരു പ്രതിരോധം ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ്. ഒരു മിസൈലിനെ പ്രതിരോധിക്കാൻ പറ്റും ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ. അതുപോലെ ഡ്രോണിനെതിരെയുള്ള പ്രതിരോധം വളരെ ചെലവേറിയ കാര്യമാണ്. ഒരു ഡ്രോൺ ഉത്പാദിപ്പിക്കാനുള്ള ചെലവിൻ്റെ 100 ഇരട്ടിയിൽ അധികമാണ് ഡ്രോണിനെതിരെ ഉപയോഗിക്കുന്ന ആൻറ്റി ബാലിസ്റ്റിക് മിസൈൽ സംവിധാനം. അതുകൊണ്ട് തീർച്ചയായും വലിയ ചെലവാണ് ഈ അമേരിക്കയുടെ പെട്രിയോട്ട് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആൻറ്റി മിസൈൽ സംവിധാനങ്ങൾ. അത് റോക്കറ്റുകൾക്കെതിരെയും ഡ്രോണുകൾക്കെതിരെയൊക്കെ ഉപയോഗിക്കാനാണ് എങ്കിൽ വലിയ ചിലവാണ്. അതുകൊണ്ട് ഒഫൻസീവ് മൂവിനേക്കാൾ കൂടുതൽ ചിലവ് ഡിഫൻസീവ് എഫേർട്സിനാണ്. അതുകൂടി പരിഗണിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാനെ എങ്ങനെയെങ്കിലും പറഞ്ഞ് ഒരു സമാധാനത്തിൻ്റെ പാതയിൽ കൊണ്ടുവരണമെന്നുള്ള ആഗ്രഹം ഒരു പരിധിവരെ അമേരിക്കയ്ക്കുണ്ട്, വലിയ രീതിയിൽ ഗൾഫ് രാജ്യങ്ങൾക്കുണ്ട്. പക്ഷേ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ദീർഘകാല അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയ്ക്കും കുവൈത്തിനും UAEക്കും എല്ലാം ഭീഷണിയാണ് എന്ന് പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ് ഇസ്രായേൽ. അതുമാത്രമല്ല, ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ അവിടെ നിർത്തേണ്ടത്, എൻ്റെ പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ, ബുദ്ധിപൂർവ്വം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതാരുടെ ആവശ്യമാണ്? അമേരിക്കയുടെ ആവശ്യമല്ല. ഇറാൻ്റെ കയ്യിൽ കുറച്ച് മിസൈലുകളെങ്കിലും, പ്രഹരശേഷിയുള്ള കുറച്ച് ആയുധങ്ങളെങ്കിലും ഉണ്ടാവേണ്ടത് അമേരിക്കയുടെ ആവശ്യമല്ലേ? കാരണം അമേരിക്കയ്ക്ക് അവിടെ താവളങ്ങൾ നിലനിർത്തണമെങ്കിൽ 8-9 താവളങ്ങളുണ്ട്. മേജർ താവളങ്ങളും മൈനർ താവളങ്ങളും 8-10 ഉണ്ട്. ഇതെല്ലാം ഗൾഫ് മേഖലയിൽ നിലനിർത്തണമെങ്കിൽ, വിവിധ രാജ്യങ്ങളിലാണ് ഇതൊക്കെ നിലനിർത്തണമെങ്കിൽ, ഇറാനിയൻ ത്രെട്ട്, ന്യൂക്ലിയർ ത്രെട്ട് ഈസ് എ ബിഗ് നോ, ബട്ട് കൺവെൻഷണൽ ആംസ് ത്രെട്ട് അല്ലെങ്കിൽ മിസൈലുകളുടെ രൂപത്തിൽ വരുന്ന ത്രെട്ട് ഇല്ലാതെ ഇരുന്നാൽ അമേരിക്കൻ സൈനികരോട് ഈ രാജ്യങ്ങൾ പറയില്ലേ, താങ്ക് യു വെരി മച്ച്, യു മെ നൗ ലീവ്. കടക്ക് പുറത്ത് എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവില്ല എങ്കിൽ പോലും നിങ്ങളുടെ ആവശ്യം ഇനിയില്ല, ഞങ്ങൾ സുരക്ഷാ ഭീഷണിയൊന്നും നേരിടുന്നില്ല,
അതുകൊണ്ട് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ തിരിച്ച് അമേരിക്കയിലേക്ക് പൊയ്ക്കോളൂ എന്ന് അമേരിക്കൻ നാവികരോടും സൈനികരോടും അറബ് രാജ്യങ്ങൾ പറഞ്ഞുകൂടായികയില്ല. അതുകൊണ്ട് അമേരിക്കയ്ക്ക് ആ ഭാഗത്തൊരു ഫുട് ഹോൾഡ് ഉണ്ടാകണമെങ്കിൽ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം ഇൻടാക്റ്റായി അവിടെ ഉണ്ടാകണം. അതേസമയം ആണവ പോർമുനകൾ വഹിക്കാൻ തക്ക മിസൈലുകൾ ഉണ്ടാവരുത്, ആണവ ആയുധങ്ങളും ഉണ്ടാവരുത്. അപ്പോൾ ആ നിലപാടിൽ നിൽക്കുകയാണ് അമേരിക്ക. പക്ഷേ ഇസ്രായേൽ അങ്ങനെയല്ല. ആണവായുധങ്ങളും ബാലിസ്റ്റിക് മിസൈലുകളും ഒരുപോലെ ഭീഷണി തന്നെയാണ് ഇസ്രായേൽ. ചെറിയ രാജ്യമാണ്, അതിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ ദുർബലമായ കാര്യമാണ്. അയൺ ഡോം ഉണ്ട്, ഡേവിഡ് സ്ലിംഗ് ഉണ്ട്, ആരോ സംവിധാനമുണ്ട്. ഇതൊക്കെ ഫലപ്രദമായി മുൻകാലങ്ങളിലെ ആക്രമണത്തെ ചെറുത്തു, അത് സത്യമാണ്. പക്ഷേ നിരന്തരമായി ഓൾ ഔട്ട് ഒരു വാർ വന്നാൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഇസ്രായേലിൽ ഉണ്ടാകും. അതുകൊണ്ടാണ് ഇസ്രായേൽ വലിയ രീതിയിൽ ഇക്കാര്യത്തിൽ താല്പര്യമെടുക്കുന്നത്.